ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ്. ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈറ്റ് ഒരുപാടധികം പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാടധികം ഫിനോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരെണ്ണമാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. പോളറൈസേഷനെ കുറിച്ച് നമുക്കറിയാം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ചും റിഫ്രാക്ഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റിൻ്റെ ഓരോ പ്രോപ്പർട്ടീസാണ്, അത് എക്സിബിറ്റ് ചെയ്യുന്ന ഓരോ ഫിനോമിനനുകളാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ലൈറ്റിനെ ഡിഫറെൻറ്റ് ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനനാണ്. അത് നമ്മളൊരു ചാപ്റ്റർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഹൈജൻസ് വേവ് തിയറി, അതായത് ലൈറ്റിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ആയിരുന്നു ക്രിസ്റ്റ്യൻ ഹൈജൻസ് 1680 കൊണ്ടുവന്നത്. 1650 ക്രിസ്റ്റ്യൻ ഹൈജൻസ് കൊണ്ടുവന്ന തിയറി ആയിരുന്നു എന്ത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു വേവ് ആയിട്ടാണ്. അതായത് ലൈറ്റിന് ഒരു വേവ് നേച്ചറാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മുതലാണ് നമ്മൾ ലൈറ്റിൻ്റെ വേവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് വന്നത്, ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ഈ ഫിനോമിനൻ, അതിൽ നിന്നാണ് നമ്മൾ എടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഒരു വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ എന്താണ്, ലൈറ്റിന് ആ വേവിനകത്ത് തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത് എന്തായിട്ടാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തത്, ലൈറ്റിനെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ദെൻ ഇൻ്റർഫറൻസിലേക്ക് വരുമ്പോൾ, ഇനി ഇൻ്റർഫറൻസിനെ പറ്റി നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ, ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വേവ്സുകൾ, ലൈറ്റ് വേവുകൾ തമ്മിൽ കൂടിച്ചേർന്ന് പുതിയൊരു ലൈറ്റ് വേവ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇൻ്റർഫറൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ലൈറ്റ് വേവ് വന്ന് കൂടിച്ചേർന്ന് അത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് പുതിയൊരു ലൈറ്റ് വേവ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഏറ്റവും സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ. ഇനി ഇത് കുറച്ചും കൂടെ ഫിസിക്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഫിസിക്കലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് പ്രിൻസിപ്പിളും അതിൻ്റെ തിയറികളും വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് നമ്മൾ ഫസ്റ്റ് അതിൽ നമുക്ക് പറയാനുള്ള ടോപ്പിക്, ഇൻ്റർഫറൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരു ഡെഫിനിഷനായിട്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുമ്പോൾ, വെൻ 2 or more waves ആർ allowed to pass simultaneously through a continuous medium. നമ്മളൊരു കണ്ടിന്യൂസ് മീഡിയത്തിൽ, ഇപ്പോൾ എയർ ഒരു കണ്ടിന്യൂസ് മീഡിയമാണ്, അപ്പോൾ കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ നമ്മൾ ലൈറ്റ് വേവിനെ നമ്മൾ പാസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ നമ്മൾ രണ്ട് ലൈറ്റ് വേവിനെ സൈമൾട്ടേനിയസ്ലി ഒരൊറ്റ ഡയറക്ഷനിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് വേവ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെക്റ്റർ സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. അതായത് ഉണ്ടാവുന്ന പുതിയ വേവിൻ്റെ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കണം. വെൻ 2 or more waves are allowed to pass simultaneously through a continuous medium, they superimpose one another, then each wave produces its own displacement at any point and the resultant displacement will be the vector sum of their individual displacements. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഓരോ വേവുകൾ എടുക്കാം. അപ്പോൾ ആ ഓരോ വേവുകളിൽ നമ്മൾ y1 എന്ന് പറഞ്ഞ വേവിനെ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തു. ലെറ്റ് y1, y2, y3, etc. yn be the displacements ഓഫ് വേവ്സ്. നമ്മൾ ഡിഫറെൻറ്റ് വേവുകൾ കൺസിഡർ ചെയ്തു, ആ ലൈറ്റ് വേവുകൾ കൺസിഡർ ചെയ്തു, അതിൻ്റെയൊക്കെ
ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് y1 y2 y3 ഒക്കെ എക്സെട്ര yn ഒക്കെ ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് ചോദിക്കുക അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഇനി ഇതിൻ്റെ ഒക്കെ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും y1 പ്ലസ് y2 പ്ലസ് y3 എക്സെട്ര പ്ലസ് എക്സെട്ര yn. ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എവിടെ പറയുന്നത് നമ്മളുടെ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇതാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതേ പ്രിൻസിപ്പിളിനെ നമ്മളിനി ഒരു രണ്ട് സൈൻ വേവുകൾ കൺസിഡർ ചെയ്തിട്ട് രണ്ട് സിനുസോയിഡൽ വേവ്സ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. സൂപ്പർപോസിഷൻ ഓഫ് ടു സിനുസോയിഡൽ വേവ്സ്. സൂപ്പർപോസിഷൻ ഓഫ് ടു സിനുസോയിഡൽ വേവ്സ്. ഇപ്പോൾ രണ്ട് സൈൻ വേവുകൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സൈൻ വേവുകൾ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകും. ലെറ്റ് us consider the superposition of two sinusoidal waves having the same frequency. ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് സൈൻ വേവുകളെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ലെറ്റ് y1 ആണ് നമ്മുടെ ആദ്യത്തെ സൈൻ വേവ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് φ1 ആൻഡ് y2 is equal to a2 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് φ2. അപ്പോൾ രണ്ട് സൈൻ വേവുകൾ നമ്മുടെ അടുത്തുണ്ട്. ഒന്ന് y1 എന്ന് പറഞ്ഞൊരു വേവ് ഉണ്ട്, y2 എന്ന് പറഞ്ഞൊരു വേവ് ഉണ്ട്. ഇത് രണ്ടും സൈൻ വേവുകളാണ്. ഇതിൽ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a2. ഓക്കെ, ഇതിന് രണ്ടിനും സെയിം ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ആദ്യത്തെ വേവ്. നമ്മൾ y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. രണ്ട് സൈൻ വേവുകളാണ് y1ഉം y2ഉം. അപ്പോൾ അതിൽ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുത്തു, ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a2 എന്നുകൊണ്ട് നമ്മളെടുത്തു. ഓക്കെ, വി അസ്യൂം ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻസ്. അതായത് ഈ y1ഉം y2ഉം രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഒരൊറ്റ ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ കൂട്ടി വരുന്ന റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്ന് പറയുന്നത് ഷുഡ് ബി എന്താവണം, y ഷുഡ് ബി y1 പ്ലസ് y2 ആവണം. നമ്മൾ അതല്ലേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചത്, y ഷുഡ് ബി y1 പ്ലസ് y2 ആവണം. അപ്പോൾ നമ്മൾ ഇത് ഇക്വേഷൻ 1 കൊടുക്കുകയാണ്, ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഇക്വേഷൻ 2 കൊടുക്കണം. അപ്പോൾ രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, y1 y2 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് a2. ഇത് രണ്ടും സൈൻ വേവാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y1 y2 എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്ന് പറയുന്നത് എന്തായിരിക്കും, y1 പ്ലസ് y2 ആയിരിക്കും. നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. കുറേ വേവുകൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ വെക്ടർ സമ്മാനിക്കും എന്തെന്ന് പറയുന്നത് റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ തിയറി തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ y1 പ്ലസ് y2 ഉണ്ട്. y1 എന്താണ്, നമ്മുടെ അടുത്ത് ഇക്വേഷൻ 1 ഉണ്ട്, y2 നമ്മളുടെ അടുത്ത് ഇക്വേഷൻ 2 ഉണ്ട്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a1 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് φ1 പ്ലസ് a2 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് φ2. ശരിയാണല്ലോ. y1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇതൊരു ഫോമിലാണ് കിടക്കുന്നത്, സൈൻ a പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമില. ഇത് a ആയിട്ടും kx മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞ ഈ ടേം ഒമേഗ ടി പ്ലസ് φ1 ഉണ്ട് കേട്ടോ. അവിടെ
സോറി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഒമേഗ ടി പ്ലസ് 5/1 ഉണ്ട്, പ്ലസ് 5/2 ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞ ഈ ടേം കിടക്കുന്നത് എങ്ങനെയാണ്? ഇത് എ പ്ലസ് ബി, ഇതും എ പ്ലസ് ബി. അതായത് കെ എക്സ് മൈനസ് ഒമേഗ ടീനെ നമ്മൾ എ ആയിട്ടും 5/1 ബി ആയിട്ടും. അപ്പോൾ ഇത് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. സൈൻ എ പ്ലസ് ബി നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം, ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്, അല്ലേ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നാണ്. നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യാണ്? ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, ഈ രണ്ടിനെയും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇതും സൈൻ എ പ്ലസ് ബി ആണ്, ഇതും ഇവിടെയും എന്താണ്? സൈൻ എ പ്ലസ് ബി ആണ്. അപ്പോൾ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞ ഈ ഫോർമാറ്റിൽ അതിനെ എന്ത് ചെയ്യണം? രണ്ടിനെയും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ടൈമാണ് ഞാനിനി നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a1 സൈൻ അപ്പോൾ സൈൻ എ പ്ലസ് ബി പറഞ്ഞാൽ സൈൻ എ കോസ് ബി. സൈൻ എ കോസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, അല്ലേ? സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി സൈൻ എ നി കോസ് 5/1. ഓക്കെ, പ്ലസ് ഇവിടെ തന്നെ എന്തും കൂടെ വരും? കോസ് എ സൈൻ ബി വരും. ദാറ്റ് ഈസ് പ്ലസ് a1 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി കോസ് എ സൈൻ 5/1 സോറി സൈൻ 5/2. സോറി സൈൻ 5/2 അല്ല, സൈൻ 5/1. അപ്പോൾ a1 സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി കോസ് 5/1 പ്ലസ് a1 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി സൈൻ 5/1. ഓക്കെ, ഇപ്പോൾ ഈ ടേം ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് ടേം പ്ലസ് അടുത്ത ടേമിനെ a2, ഇതിനെയും എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി കോസ് 5/2 പ്ലസ് a2 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി സൈൻ 5/2. രണ്ട് ടേമിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ക്ലിയർ ആണല്ലോ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആക്കി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ച് കോമൺ ടേമുകളുണ്ട്, അതിനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈ ടേം എടുക്കാം. ഇവിടെ a1 കോസ് 5/1 a2 കോസ് 5/2 എന്ന് പറഞ്ഞാൽ രണ്ട് ടേമുകൾ കിടക്കുന്നുണ്ടാവും. a1 കോസ് 5/1 ഇവിടെ ഉണ്ട്, a2 കോസ് കോസ് 5/2 എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ട്. ഈ രണ്ട് ടേം നോക്കൂ, a1 കോസ് 5/1 a2 കോസ് 5/2. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. ഒന്ന് ഒരുമിച്ച് എഴുതി വെക്കാം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a1 കോസ് 5/1 പ്ലസ് a2 കോസ് 5/2. a1 കോസ് 5/1 പ്ലസ് a2 കോസ് 5/2. പിന്നെ ആരാ അവിടെ കോമൺ ആയിട്ടുള്ളത്? സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഞാൻ ഒരുമിച്ച് എഴുതി. ഇനി അടുത്ത ടൈമിൽ ആരാളുള്ളത്? ഇതേപോലെ നോക്കി നോക്കൂ. അടുത്ത ടൈമിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കി നോക്കൂ, a1 കോസ് ഇപ്പോൾ ഏതൊക്കെ നമ്മൾ ടൈം ഈ രണ്ട് ടൈമുകൾ നമ്മൾ എഴുതി. a1 കോസ് 5/1 a2 കോസ് 5/2 അല്ലേ? ഇനി ഇവിടെ നോക്കൂ, a1 സൈൻ 5/1 a2 സൈൻ 5/2. ഇവിടെയും ആരുണ്ട്? കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി കോമൺ ആയിട്ടുണ്ട്. പ്ലസ് a1 സൈൻ 5/1 പ്ലസ് a2 സൈൻ 5/2. രണ്ടും കോമൺ അല്ലേ? രണ്ടിലും ഉണ്ട്. ഇനി അതിൽ കോമൺ ആയിട്ട് ആരാളുള്ളത്? കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതിലുള്ള ടേമുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഇത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ചെറിയ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 cos φ1 പ്ലസ് A2 cos φ2. ഈ ഒരു ടേമിനില്ലേ, ഈ ടേമിന് A1 cos φ1 പ്ലസ് A2 cos φ2 എന്ന് പറഞ്ഞ ഈ ടേമിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, A cos φ എന്നും A1 sin φ1 പ്ലസ് A2 sin φ2 എന്ന് പറഞ്ഞ ടേമിന് എന്ത് കൊടുക്കുകയാണ്, A sin φ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. A sin φ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇതിന് ഞാൻ ഇക്വേഷൻ 4 എന്ന് കൊടുത്തു, ഇതിന് ഞാൻ എന്ത് കൊടുത്തു, ഇക്വേഷൻ 4 എന്ന് കൊടുത്തു, ഇതിന് 5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. A1 cos φ1 പ്ലസ് A2 cos φ2 ഇസ് ഈക്വൽ ടു A cos φ എന്നും കൊടുത്തു. A1 sin φ1 പ്ലസ് A2 sin φ2 ഇസ് ഈക്വൽ ടു A sin φ എന്നും കൊടുത്തു. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ 4ഉം 5ഉം നമ്മൾ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 3 നമുക്ക് മുന്നേ നമുക്ക് അറിയാവും. അപ്പോൾ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, A1 cos φ1 പ്ലസ് A2 cos φ2. അതിന് പകരം നമ്മൾ A cos φ എന്നും A1 sin φ1 പ്ലസ് A2 sin φ2 എന്ന് പറഞ്ഞ ടേമിന് പകരം നമ്മൾ A sin φ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to A cos φ sin kx minus omega t, A cos φ sin kx minus omega t പിന്നെ പ്ലസ് A sin φ cos kx minus omega. ആ ഇക്വേഷൻ 3 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. A cos φ sin kx minus omega t പ്ലസ് A sin φ cos kx minus omega t എന്നായിട്ട് മാറും. നമ്മൾ രണ്ട് ടൈമിന് പകരം A cos φ എന്നും A sin φ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, therefore y is equal to, ഇത് എന്തിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്, A cos φ sin kx minus omega t പ്ലസ് A sin φ cos kx minus omega t ഇതിൻ്റെ ഇത് എന്തിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കോസ് A sin B പ്ലസ് sin A cos B എന്ന ഫോർമാറ്റാണ്. കോസ് A sin B പ്ലസ് sin A cos B എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. ദാറ്റ് ഈസ് sin A പ്ലസ് B ആണത്. ദാറ്റ് ഈസ് A, നേരത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് A sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ, ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്ന ടൈം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സൈൻ A പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ സൈൻ A കോസ് ബി പ്ലസ് കോസ് A സൈൻ ബി ആണത്, അല്ലേ? അപ്പോൾ സൈൻ A പ്ലസ് ബി എന്നായിട്ട് എഴുതാം. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു A സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. ഇതിന് നമ്മൾ ഇക്വേഷൻ 6 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റിസൾട്ടൻ വേവ് നമുക്ക് എന്താ കിട്ടിയത്, y ഇസ് ഈക്വൽ ടു A സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. നമ്മൾ ഓവർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, is the amplitude of the resultant wave, and phi is the phase of the resultant wave. Phi is the phase of the resultant wave. Phi എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസും A എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇക്വേഷൻ 4ഉം 5ഉം സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ 4ഉം 5ഉം സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ആദ്യം നമുക്ക് ഇക്വേഷൻ 4ഉം 5ഉം ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ 4. A1 cos φ1 പ്ലസ് A2 cos φ2 is equal to A cos φ, A1 sin φ1 പ്ലസ് A2 sin φ2 is equal to A sin φ. ഇത് രണ്ടുമാണ് നമ്മളുടെ ഇക്വേഷൻ 4ഉം 5ഉം. ഇത് ഞാനൊന്ന് സ്ക്വയർ ചെയ്യുന്നുണ്ട് ആദ്യം. നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ഇതെന്താണ്, A പ്ലസ് ബി ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ നമുക്കൊന്ന് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 4നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 എന്തായിട്ട് മാറും, A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ. അതായത് A സ്ക്വയർ എന്ന് പറയുമ്പോൾ A1 സ്ക്വയർ കോസ് സ്ക്വയർ φ1 പ്ലസ് 2A1 A2 cos φ1
cos phi 1 cos phi 2 2ab plus a2 square cos square phi 2 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ കിട്ടി. ക്ലിയർ ആണല്ലോ. എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ എന്ന് കിട്ടി. ദെൻ അടുത്തതിനെ ഇതേപോലെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 5 നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും a1 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ 1 പ്ലസ് 2a1 a2 സൈൻ ഫൈ 1 സൈൻ ഫൈ 2 സൈൻ ഫൈ 1 ഫൈ 2 എന്നാണിത് പ്ലസ് എന്താണ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ 2 ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കിട്ടി. ഇനി അടുത്ത എന്താണ് ഇക്വേഷൻ 4 പ്ലസ് ഇക്വേഷൻ 5 ആണ് അല്ലേ. സ്ക്വയർ ചെയ്യുക ആഡ് ചെയ്യുക, സ്ക്വയറിങ് ആൻഡ് ആഡിങ് ആണ്. ഇക്വേഷൻ 4 പ്ലസ് 5 ചെയ്യുമ്പോൾ എന്താ കിട്ടുക a1 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ 1 പ്ലസ് a1 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ 1. ഈ രണ്ട് ടേമും കൂടെ കോസ് സ്ക്വയർ ഫൈ 1 പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ഇതെന്താണ് ഇത് 1 ആണ്. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് ടൈം എന്താവും a1 സ്ക്വയർ ആവും. ദാറ്റ് ഈസ് a1 സ്ക്വയർ പ്ലസ് ഇനി ഇവിടെയും ഇതേപോലെ കോസ് സ്ക്വയർ ഫൈ 2 പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 2 ഇവിടെ എന്താവും a2 സ്ക്വയർ ആണ് അല്ലേ. a2 സ്ക്വയർ ഈ ടേം a2 സ്ക്വയർ ആണ്. ഇനി ബാക്കി 2a1 a2 കോസ് ഫൈ 1 ഫൈ 2 2a1 a2 സൈൻ ഫൈ 1 ഫൈ 2 എന്നാണ് ഈ ടേം അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും 2a1 a2 ഇതിനെ നമുക്ക് ആ ഫോമിനെ നമുക്ക് പ്ലസ് 2a1 a2 കോസ് ഫൈ 1 മൈനസ് ഫൈ 2 എന്ന് എഴുതാം. കോസ് ഫൈ 1 മൈനസ് ഫൈ 2 എന്നാക്കി മാറ്റി എഴുതാൻ പറ്റും. ആ ഒരു ടൈമിനെ കോസ് ഫൈ 1 മൈനസ് ഫൈ 2 എന്നാക്കി എഴുതാം. അതായത് 2a1 a2 കോസ് ഫൈ 1 ഫൈ 2 പ്ലസ് 2a1 a2 സൈൻ ഫൈ 1 ഫൈ 2 എന്ന് പറഞ്ഞ ടൈമിനെ നമുക്ക് എന്താക്കും 2a1 a2 കോസ് ഫൈ 1 മൈനസ് ഫൈ 2 എന്നാക്കി അങ്ങനൊരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ ദാറ്റ് ഈസ് ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്താണ് ഇവിടെയും എന്താണ് ആഡ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ ഫൈ 1 ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ് 1 ആണ്. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. ക്യാപിറ്റൽ എ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. നമ്മൾ ഈ ഇക്വേഷനെ 4 5 രണ്ട് ഇക്വേഷനെ സ്ക്വയർ ചെയ്തു ആഡ് ചെയ്തു. ദാറ്റ് ഈസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ 1 മൈനസ് ഫൈ 2 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി എ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ 5 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഓപ്പറേഷൻ ഇക്വേഷൻ 5 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 കൂടെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇക്വേഷൻ 5 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 ചെയ്ത് എന്താ കിട്ടുക ഇതാണ് 5 ഇത് 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ കോസ് ഫൈ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഫൈ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി a1 സൈൻ ഫൈ 1 പ്ലസ് a2 സൈൻ ഫൈ 2 ഡിവൈഡഡ് ബൈ a1 കോസ് ഫൈ 1 പ്ലസ് ഇതവിടെ നിന്നോട്ടെ പ്ലസ് a2 കോസ് ഫൈ 2 അല്ല ഈ ഇക്വേഷൻ അവിടെ നിന്നോട്ടെ കേട്ടോ. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു a1 സൈൻ ഫൈ 1 പ്ലസ് a2 സൈൻ ഫൈ 2 ഡിവൈഡഡ് ബൈ a1 കോസ് ഫൈ 1 പ്ലസ് a2 കോസ് ഫൈ 2. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം 4നെയും 5നെയും ഇക്വേഷൻ 4ഉം 5 എടുത്തു അത് സ്ക്വയർ ചെയ്തു അതിന് രണ്ടിനെയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് 7 എന്ന് കൊടുക്കാം. 7th ഇക്വേഷൻ നമുക്ക് കിട്ടി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ 1 മൈനസ് ഫൈ 2 ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു a1 സൈൻ ഫൈ 1 ഇനി നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു a1 സൈൻ ഫൈ 1 പ്ലസ് a2 സൈൻ ഫൈ 2 ഡിവൈഡഡ് ബൈ a1 കോസ് ഫൈ 1 പ്ലസ് a2 കോസ് ഫൈ 2 എന്ന് കിട്ടി. ഓക്കെ ഇതിന് ഞാൻ എന്ത് കൊടുത്തു ഇക്വേഷൻ 8 എന്നും കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് സ്പെഷ്യൽ കേസസിലേക്ക് കടക്കുകയാണ്. സ്പെഷ്യൽ കേസസ് സ്പെഷ്യൽ കേസസിൽ നമ്മൾ കേസ് 1 ആദ്യം എടുക്കാം. കേസ് 1ൽ നമ്മൾ പറയുന്നത് when the phase difference between two waves is 2n pi. ശ്രദ്ധിക്കുക രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് between
phase difference between two waves is 2n pi. രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2n pi ആണ്. വേർ n is equal to എന്താണ്? n is equal to 0, 1, 2, 3 എക്സെട്ര ആണ് കേട്ടോ. അപ്പോൾ ഫേസ് ഡിഫറൻസ് രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ്, അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2n pi ആണെന്ന് വിചാരിക്കാം. ദെർഫോർ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5-1 - 5-2 ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ 7 കാണാനുണ്ട്, ഇവിടെ ഒരു 5-1 - 5-2 കാണാനുണ്ട് അല്ലേ. 5-1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേവിൻ്റെ ഫേസ്, 5-2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വേവിൻ്റെ ഫേസ്. അപ്പോൾ 5-1 - 5-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ. ഈ ഫേസ് ഡിഫറൻസ് എന്താവണം? നമ്മൾ ആ ഫസ്റ്റ് കണ്ടീഷൻ എന്താ എടുത്തത്? 2n pi. ദെർഫോർ നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ കണ്ടീഷൻ 5-1 - 5-2 is equal to 2n pi ആണെങ്കിൽ ഫ്രം ഇത് നമ്മൾ എവിടെ കൊടുക്കുക? ഫ്രം ഇക്വേഷൻ 7. ഇത് നമ്മൾ ഇക്വേഷൻ 7 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് വരും? cos 2n pi എന്ന് വരും അല്ലേ. cos 2n pi എന്ന് വരും. cos 2n pi എന്ന് പറഞ്ഞാൽ എന്താണ്? cos 2n pi എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? n-ന് നമ്മൾ പറഞ്ഞു 0, 1, 2, 3 എക്സെട്ര ആണ് അല്ലേ. അപ്പോൾ n-ന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ cos pi വരും. n-ന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ cos എന്ത് വരും? 2 pi വരും. n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ cos 4 pi വരും. n-ന് 3 കൊടുത്തു കഴിഞ്ഞാൽ cos 6 pi വരും. അങ്ങനെ പോകും. അപ്പോൾ cos 2n piയുടെ വാല്യൂ എന്താണ്? +1 ആണ്. എപ്പോഴും cos 2n piയുടെ വാല്യൂ +1 ആണ്. ഓക്കെ. ദെർഫോർ cos 2n piയുടെ വാല്യൂ +1 ആണെങ്കിൽ ഇക്വേഷൻ എന്താവും? നമ്മൊന്ന് കൊടുത്തു നോക്കാം. a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 എന്ത് വരും? cos 2n pi എന്നാണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ ആണ് അല്ലേ. cos 2n pi ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ. ദെർഫോർ ഇതെന്താ സാധനം? cos 2n pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ദെർഫോർ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 എന്നാണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2. ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? a1 പ്ലസ് a2 ഹോൾ സ്ക്വയറിൻ്റെ a+b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണിത്, അതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് a1 പ്ലസ് a2ൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണിത് അല്ലേ. ദെർഫോർ നമുക്ക് എന്തെഴുതാം? എ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷൻ എന്താണ്? എ മാക്സിമം എ സ്ക്വയർ ആണ് എന്ത്? a1 പ്ലസ് a2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു എന്താണ്? a1 പ്ലസ് a2 ആണ്. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് a1 ഈക്വൽ ടു a2 ഈക്വൽ ടു a ആണെങ്കിൽ, അതായത് രണ്ട് ആംപ്ലിറ്റ്യൂഡും സെയിം ആണെന്ന് വിചാരിക്കുക. a1 ഈക്വൽ ടു a1 ഈക്വൽ ടു a ആണ്, a2 ഈക്വൽ ടു a ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതെന്തായിട്ട് മാറും? എ മാക്സിമം ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എ മാക്സിമം ഈക്വൽ ടു എന്തെഴുതാം? എ പ്ലസ് എ പ്ലസ് എന്ത് വരും? അങ്ങനെ വരില്ലേ. കാരണം a1 പ്ലസ് a2 എ മാക്സിമം ഇസ് ഈക്വൽ ടു എന്താണ്? a1 പ്ലസ് a2 ആണ്. എ പ്ലസ് എ എന്ന് വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എ മാക്സിമം ഈക്വൽ ടു എന്ത് വരും? എ പ്ലസ് എ എന്ന് വരും. ദാറ്റ് ഈസ് a1 ഈക്വൽ ടു a2 ഈക്വൽ ടു എ ആണെങ്കിൽ എ മാക്സിമം ഈക്വൽ ടു എന്ത് വരും? എ പ്ലസ് എ എന്ന് വരും. ദാറ്റ് ഈസ് 2a എന്ന് വരും. ദെർഫോർ എന്താണ്? ഫേസ് ഡിഫറൻസ് 2n pi ആണെങ്കിൽ, cos 2n pi ആണെങ്കിൽ നമ്മളുടെ എന്താണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് എ മാക്സിമം ഈക്വൽ ടു എന്തായിരിക്കും? 2a ആയിരിക്കും. ദിസ് ഷോസ് ദാറ്റ് the resultant amplitude is maximum. Resultant amplitude ഈ സാധനം റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് രണ്ട് വേവുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന പുതിയ വേവിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം ആണ്. മാക്സിമം വെൻ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? വെൻ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? 5-1 - 5-2 ഫേസ് ഡിഫറൻസ് ഈസ് 2n pi ആവുന്ന കണ്ടീഷനിൽ എന്താണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മാക്സിമം ആണ്. ദിസ് ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. അതായത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുക കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. എന്താണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആവണമെങ്കിൽ ഓർത്ത് വയ്ക്കുക എന്താണ്?
φ1 മൈനസ് φ2, അതായത് ഫേസ് ഡിഫറൻസ്, രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താവണം? 2nπ ആവണം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് സൂപ്പർപോർഷൻ ഈസ്, അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർപോർഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π. അപ്പോൾ 2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ അവിടെ ഉണ്ടാവുന്ന സൂപ്പർപോർഷൻ എന്തായിരിക്കും? കൺസ്ട്രക്റ്റീവ് സൂപ്പർപോർഷൻ ആയിരിക്കും എന്ന് പറയാം. ആ ഒരു തരത്തിൽ നമ്മൾ പറയാം. കൺസ്ട്രക്റ്റീവ് സൂപ്പർപോർഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഫേസ് ഡിഫറൻസ് എന്താവണം? എന്തിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം? 2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആവണം. 2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടെ നടക്കുന്നത് കൺസ്ട്രക്റ്റീവ് സൂപ്പർപോർഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കേസ് 2ലേക്ക് കടക്കാം. കേസ് 2 എന്താ നോക്കാം. കേസ് 2 നമ്മൾ പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ഫേസ് ഡിഫറൻസ്. കേസ് 2 when the phase difference between two waves φ1 minus φ2 is equal to 2n plus 1 pi, 2n plus 1 pi, where n equal to 0, 1, 2, 3 etc. ആണ് എൻ്റെ വാല്യൂ. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്താവണം? 2n plus 1 pi ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതേപോലെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ 7 കൊടുക്കുക. ഇക്വേഷൻ 7 മറന്നിട്ടില്ല എന്ന് വിചാരിക്കണം. എന്തായിരുന്നു ഇക്വേഷൻ 7? ഞാനൊന്നും കൂടെ എഴുതാം. a1 square plus a2 square plus 2a1 a2 cos φ1 minus φ2 that's equal to a square. ഇതായിരുന്നു നമ്മളുടെ എന്ത് ഇക്വേഷൻ 7. അപ്പോൾ ഇവിടെ φ1 minus φ2ന് പകരം ഞാൻ എന്ത് കൊടുക്കും? 2n plus 1 pi എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a1 square plus a2 square plus 2a1 a2 cos 2n plus 1 pi that's equal to a square എന്നാണെന്ന് വിചാരിക്കുക. 2n plus 1 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി 2n plus 1 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ n-ന് നമ്മൾ 0, 1, 2, 3 കൊടുക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ് എന്തായിരിക്കും? പൈ ആയിരിക്കും അല്ലേ? കോസ് പൈ ആയിരിക്കും ഫസ്റ്റ് വാല്യൂ. ആണല്ലോ. അടുത്തത് n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ് 3π ആയിരിക്കും അല്ലേ? പിന്നെ n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ് 5π, കോസ് 7π, കോസ് അങ്ങനെ പോവും 9π. അങ്ങനെ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ പോവുക. ദർഫോർ കോസ് 2n plus 1 പൈയുടെ വാല്യൂ നമുക്കറിയാം. കോസ് 2n plus 5യുടെ വാല്യൂ -1 ആണ്. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ എന്താവും? a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ മൈനസ് 2a1 a2 ആവും. ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? ഇത് എന്തിൻ്റെ എക്സ്പാൻഷൻ ആവും? a1 മൈനസ് a2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ എന്തായിരിക്കും? a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ മൈനസ് 2a1 a2 ദാറ്റ്സ് ഈക്വൽ ടു a സ്ക്വയർ എന്നായിരിക്കും. ഈ വാല്യൂ എന്താണ്? -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എന്തായിരിക്കും? -1 ആയിരിക്കും. ദെയർഫോർ ഇതെന്താണ്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ എന്നാവും അല്ലേ? സോറി, a സ്ക്വയർ a പ്ലസ് ബി a മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എന്തായിരിക്കും? എക്സ്പാൻഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് a മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ എന്താണ് ഇവിടെ എന്താ വരിക? a മിനിമം ദാറ്റ്സ് ഈക്വൽ ടു a1 മൈനസ് a2 ഹോൾ സ്ക്വയർ എന്നാക്കും. അല്ലേ? ഓക്കെ, ഇത് a സ്ക്വയർ ആവുമ്പോൾ കേട്ടോ, a സ്ക്വയർ ആവുമ്പോൾ ഇനി നമുക്ക് ഇത് a മിനിമം ആക്കി കഴിഞ്ഞാൽ എന്താണ്? a1 മൈനസ് a2 എന്നായി. a1 മൈനസ് a2 എന്നായി. ക്ലിയർ ആണല്ലോ? a1 മൈനസ് a2 എന്നായി. ദെർഫോർ ഇതെന്തായി? ഇഫ് നേരത്തെ കണ്ടീഷൻ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു a കൊടുത്തു കഴിഞ്ഞാൽ a മിനിമം ദാറ്റ്സ് ഈക്വൽ ടു എന്തായി? a ആയി. a മിനിമം ഈക്വൽ ടു 0 ആയി അല്ലേ? a1 മൈനസ് ഈക്വൽ ടു a ആണെങ്കിൽ a മൈനസ് a എന്നാണ്. a മിനിമം ഈക്വൽ ടു 0 ആയി. ദെർഫോർ നമ്മളിവിടെ എത്തിയത് എന്ത് അസംഷനിൽ എത്തിയത്? ദിസ് ഷോസ് ദാറ്റ് ദ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മിനിമം
when the phase difference is 2n plus 1 pi. Resultant amplitude is minimum phase difference എന്താവുമ്പോൾ 2n plus 1 pi ആവുമ്പോൾ 2n plus 1 pi ആയി കഴിഞ്ഞാൽ എന്തായി എന്ന് പറഞ്ഞത് resultant amplitude minimum ആയി. This is called destructive superposition. This is called destructive superposition. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ പറഞ്ഞു. കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തിൻ്റെ എക്സ്പാൻഷൻ, അത് എക്സ്പാൻഷൻ മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് എന്തിൻ്റെ A1 പ്ലസ് A2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ കിട്ടിയത്. ഇവിടെ A1 ജസ്റ്റ് ഓപ്പോസിറ്റ്, ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് കോസ് 2n plus 1 pi ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ. അതായത് നമ്മൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ ഈസ് ദാറ്റ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് മസ്റ്റ് ബി ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. പൈയുടെ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള അടുത്തൊരു പോയിന്റ്. ഓക്കെ, ഇതാണ് രണ്ട് കേസുകൾ, കേസ് 1 ആൻഡ് കേസ് 2 എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇത് തന്നെ നമ്മൾ എവിടേക്ക് ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ എ മാക്സിമം എ മിനിമം രണ്ട് കേസുകൾ നമുക്ക് കിട്ടി. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന ഒരു കേസ് കിട്ടി, ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുന്ന കേസ്. അതായത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കേസ് കൺസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ, ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുന്ന കേസ് ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ. രണ്ട് കേസുകൾ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതേ കേസിന് നമ്മൾ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയിലേക്ക് മാറ്റുകയാണ്. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി. എക്സ്പ്രഷൻ ഫോർ resultant intensity. Expression for resultant intensity. നമ്മൾ ഇൻറ്റൻസിറ്റിയിലേക്ക് മാറ്റണം. ഇൻറ്റൻസിറ്റിയിലേക്ക് മാറ്റുമ്പോൾ ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും കൂടെ റിലേഷൻ ഉണ്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. ഫസ്റ്റ് അതാണ് പറയേണ്ടത്. സിൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ, എല്ലാ കേസിലും ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് is directly proportional to square of the amplitude. Square of the amplitude. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇൻറ്റൻസിറ്റി എപ്പോഴും ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും. ദെൻ നമുക്ക് ആ ഇക്വേഷൻ 7 ഒന്ന് ഇനി ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് ഒന്ന് മാറ്റി എഴുതിയാലോ. എന്തായിരുന്നു ഇക്വേഷൻ 7? മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉണ്ട്. എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ 7 ഉണ്ടായിരുന്നത് അല്ലേ. A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് 5 1 മൈനസ് 5 2 ദാറ്റ് ഈസ് ഈക്വൽ ടു A സ്ക്വയർ ആണ് നമ്മളുടെ എന്തുണ്ടായിരുന്നത്, ഇക്വേഷൻ 7 ഉണ്ടായിരുന്നത്. ഇതിനെ ഇനി ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ A1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്, ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. A2 സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. A1 A2 എന്ന് പറഞ്ഞാൽ A1ഉം A2ഉം എന്താണ്, ആംപ്ലിറ്റ്യൂഡുകളാണ്. കോസ് 5 1 മൈനസ് 5 2 5 1 മൈനസ് 5 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു A സ്ക്വയർ. A സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാനിനി എവിടേക്ക് മാറ്റാണ്, ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, A സ്ക്വയറിന് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, I എന്ന് എഴുതാൻ പറ്റും അല്ലേ. കാരണം ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് എഴുതുമ്പോൾ A സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ടൈമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് I എന്ന് എഴുതാം. I ഈസ് ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് A1 സ്ക്വയറിന് പകരം ഞാൻ എന്തെഴുതി, I1 എന്നെഴുതി പ്ലസ് I2 എന്നെഴുതി പ്ലസ് പിന്നെ 2 ഇൻറ്റു ഇവിടെ A1 A2 ആണ്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, A2 എന്ന് പറഞ്ഞാൽ അടുത്ത ആംപ്ലിറ്റ്യൂഡ് അല്ലേ. 2 ഇൻറ്റു റൂട്ട് I1 I2. എങ്ങനെയാണ് റൂട്ട് വന്നത്, സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. ശ്രദ്ധിച്ചാൽ മതി, ഇൻറ്റൻസിറ്റി സ്റ്റാർട്ടിലെ പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് വരുമ്പോൾ ഇൻറ്റൻസിറ്റിയുടെ റൂട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് അവിടെ റൂട്ട് വന്നത്. ബാക്കി പിന്നെ ആരാളുള്ളത്, കോസ്
φ1 മൈനസ് φ2. ഇതാണല്ലോ ഇക്വേഷൻ വേർ I1 ഈസ് ദ I1 I2 I ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഫസ്റ്റ് വേവ്. I1 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഫസ്റ്റ് വേവ്, I2 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് സെക്കൻഡ് വേവ്. എന്താണ് ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് വേവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത ഇതേ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ മാറ്റി എഴുതി. നമ്മളുടെ നേരത്തെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നതിനെ നമ്മൾ എവിടേക്ക് മാറ്റി? ഇൻറ്റൻസിറ്റിയുടെ ടൈമിലേക്ക് മാറ്റി. ഇനി നമുക്ക് നേരത്തെ കണ്ടീഷൻ കൊടുത്തു നോക്കാം. ഇഫ് φ1 മൈനസ് φ2 ഇസ് ഈക്വൽ ടു 2nπ. ആദ്യത്തെ കണ്ടീഷൻ കൊടുത്തു 2nπ. φ1 മൈനസ് φ2 ഇസ് ഈക്വൽ ടു 2nπ. അതായത് ഫേസ് ഡിഫറൻസ് 2nπ ആണെങ്കിൽ ഈ വാല്യൂ എന്താ വരിക? നേരത്തെ പോലെ തന്നെ 1 വരും അല്ലേ? +1 വരും. therefore നേരത്തെ സെയിം പരിപാടി തന്നെയാണ്. I മാക്സിമം ഈസ് ഈക്വൽ ടു എന്ത് വരും? I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 എന്ന് വന്നു. ഇഫ് A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A, നേരത്തെ നമ്മൾ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A ആണെങ്കിൽ ഇവിടെ നമ്മൾ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I ആണെന്ന് എടുക്കുക. ആംപ്ലിറ്റ്യൂഡൊക്കെ സെയിം ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഒക്കെ സെയിം ആണെന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എടുക്കുന്ന ഇഫ് I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I ആണെങ്കിൽ, I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I ആണെങ്കിൽ ഇതെന്തായിട്ട് മാറി? I മാക്സിമം ഈക്വൽ ടു എന്തായി? I പ്ലസ് I. ഇതെന്ത് വന്നു? 2I എന്ന് വന്നു അല്ലേ? I പ്ലസ് I എന്ന് വന്നു കഴിഞ്ഞാൽ 2I എന്ന് വന്നു. പ്ലസ് ഇവിടെ എന്ത് വന്നു? I1 ഇൻറ്റു I2, അതായത് I ഇൻറ്റു I അല്ലേ? I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I². പിന്നെ ഇവിടെ എന്ത് വന്നു? ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടെയും എന്ത് വന്നു? അപ്പോൾ ടോട്ടൽ 2I എന്ന് വന്നു. അതിൻ്റെ റൂട്ട് എടുത്തു. I² റൂട്ട് എടുത്തു കഴിഞ്ഞാൽ I ആണ്. അപ്പോൾ ഇത് എന്തായി? 2I. 2I പ്ലസ് 2I എന്ന് കിട്ടി നമുക്ക് 4I കിട്ടി. therefore I മാക്സിമം ഈക്വൽ ടു 4I. I മാക്സിമം ഈക്വൽ ടു therefore I മാക്സിമം ഈക്വൽ ടു 4I എന്ന് കിട്ടി. ഫേസ് ഡിഫറൻസ് 2nπ ആണെങ്കിൽ എന്താണ്? ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2nπ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി നേരത്തെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കൂ. അടുത്ത കണ്ടീഷൻ ഇഫ് φ1 മൈനസ് φ2 എന്തായിരിക്കും? അടുത്ത കണ്ടീഷൻ φ1 മൈനസ് φ2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2n+1π. നമ്മൾ ആദ്യം കൊടുത്ത ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ കൊടുത്ത അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്താ വരിക? φ1 മൈനസ് φ2 ഇസ് ഈക്വൽ ടു 2n+1π എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. I is equal to I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. 2√I1 I2 cos φ1 മൈനസ് φ2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇവിടെ cos φ1 മൈനസ് φ2 ഞാൻ എന്ത് കൊടുക്കുകയാണ്? 2n+1π കൊടുക്കുകയാണ്. therefore I is equal to I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos 2n+1π എന്ന് കൊടുക്കുന്നുണ്ടേ. cos 2n+1π എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് -1 വരിക. therefore നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? I മിനിമം ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് 2√I1 I2 എന്ന് കിട്ടും. ഇഫ് A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A എന്താണ്? I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ മാറും? ഇതിന് I ആണ്, ഇതും I ആണ്. അപ്പോൾ I പ്ലസ് I എന്ന് പറഞ്ഞാൽ 2I വരും. ഇവിടെ എന്ത് വരും? ഇവിടെയും 2I വരും. 2I മൈനസ് 2I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I മിനിമം ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? കാരണം I പ്ലസ് I എന്ന് വരും, 2I എന്ന് വരും. ഇവിടെ എന്ത് വരും? I എന്ന് വരും ടോട്ടൽ. അപ്പോൾ 2I മൈനസ് 2I എന്നാണ് വരിക. 2I മൈനസ് 2I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I മിനിമം ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അതിനെ നേരെ നമ്മൾ ഇതിലേക്ക് മാറ്റി, ഇൻറ്റൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റിയെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ തിയറിയുടെ ഭാഗത്ത് പറയാനുള്ളത്.
അതായത് രണ്ട് സൈൻ വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചത്? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷൻ, ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുന്ന കണ്ടീഷൻ. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എന്ത് പറഞ്ഞു? കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു. കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം. അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് 2n π. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് മസ്റ്റ് ബി 2n π ആൻഡ് മസ്റ്റ് ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അതായത് E1 ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആണ് എന്തെന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനാണ് രണ്ടാമത്തെ പറഞ്ഞത്. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. ആംപ്ലിറ്റ്യൂഡ് ഈസ് മിനിമം. ഇവിടെ എന്താണ്? ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിരിക്കും അല്ല. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് മസ്റ്റ് ബി ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു കേസിൽ ഇവിടെ ആകുമ്പോൾ 2n πയും നമ്മളുടെ കണ്ടീഷൻ 2n πയും, ഇവിടെ ആകുമ്പോൾ 2n+1 πയുമാണ്. കണ്ടീഷൻ 2n+1 πയുമാണ് ഫേസ് ഡിഫറൻസിൻ്റെ മാറ്റം. ഇതന്നെ സെയിം സംഭവം തന്നെ നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്തു? ഇൻറ്റൻസിറ്റിയിൽ റിപ്പീറ്റ് ചെയ്തു. ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന കണ്ടീഷൻ, ഇൻറ്റൻസിറ്റി മിനിമം ആവുന്നതാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും, ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിരിക്കും, ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ഓഫ് 2 സൈൻ വേവിൽ നമുക്ക് പറഞ്ഞത് 2 സൈൻ വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ വേവും അതിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന കണ്ടീഷനും മിനിമം ആവുന്ന കണ്ടീഷനുമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.